നമസ്കാരം. നിങ്ങൾ തന്ന ഈ ഫയലുകൾ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് വായിക്കുകയായിരുന്നു. എന്നിട്ടെന്ത് തോന്നി? സത്യം പറഞ്ഞാലേ ആദ്യം കണ്ടപ്പോൾ ഒരു ആശയക്കുഴപ്പം തോന്നി. ഒരു വശത്ത് യോഗ, മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ കഴിവ് അഥവാ കഴിവ് എന്ന പേരിൽ ഒരു പുതിയ വിദ്യാഭ്യാസ രീതി, സാധാരണക്കാരുടെ മനസ്സിലെ ആശയങ്ങളെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നു. നമുക്കിതൊന്ന് എന്താ പറയാ ആഴത്തിൽ പരിശോധിച്ചാലോ? തീർച്ചയായും. ഒറ്റ നോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നാം, പക്ഷേ ഇതിന്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. അതെന്താണ്? 3 കാര്യങ്ങൾ. സമൂഹത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ AI ഉപയോഗിക്കുക. ഓക്കെ. അതിന് പരിഹാരമായി കഴിവുകൾ വളർത്തുക. അവസാനം അത് സമൂഹത്തിന് ഒരു സേവനമായി തിരികെ നൽകുക. സർവേയിങ് ഓൺ സ്ട്രഗിൾസ്, സോൾവിംഗ് വിത്ത് സ്കിൽസ്, സർവിംഗ് ഇറ്റ് സൊസൈറ്റി. അതാണ് അവരുടെ കാതൽ. ശരി. അതിലെനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഈ ജീവിതത്തിന്റെ ABCDZ എന്ന ആശയമാണ്. നമ്മളൊക്കെ A ഫോർ ആപ്പിൾ എന്ന് പഠിച്ചല്ലേ വളർന്നത്? അതെ, നമ്മൾ എല്ലാവരും. ഇവിടെ അത് A ഫോർ ആക്ഷൻ എന്ന് തുടങ്ങുന്നു. അതൊരു ചെറിയ മാറ്റമല്ലല്ലോ. തുടക്കം മുതലേ പ്രവൃത്തിക്കാണ് പ്രാധാന്യമെന്ന് പഠിപ്പിക്കുകയാണല്ലേ? അതെ, അതൊരു അടിസ്ഥാനപരമായ മാറ്റമാണ്. A ഫോർ ആക്ഷൻ, പിന്നെ B ഫോർ ബിലീഫ്, C ഫോർ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ Z ഫോർ സീൽ വരെ പോകുന്നു. 26 തത്വങ്ങൾ. അതെ, അതോടൊപ്പം കർമ്മ, ഭക്തി, ജ്ഞാന, രാജയോഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 മൂല്യങ്ങളും. അപ്പോ ഓരോ ദിവസവും ഓരോ തത്വത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഓക്കെ. അപ്പോ യോഗയും AIയും അതെങ്ങനെയാണ് ഇതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? എനിക്ക് ഇപ്പോഴും അതൊരു വിചിത്രമായ കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നുന്നത്. നല്ല ചോദ്യമാണ്. അതാണ് ഈ ആശയത്തിന്റെ ഭംഗിയും. ഇവിടെ AI ഒരു ഉപകരണം മാത്രമാണ്. ഡേറ്റ ശേഖരിക്കാനോ? അതിലുപരി ഒരു പ്രദേശത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സോഷ്യൽ മീഡിയ ചർച്ചകൾ, വാർത്തകൾ, പരാതികൾ ഇതൊക്കെ വിശകലനം ചെയ്ത് ആരും പറയാത്ത പ്രശ്നങ്ങൾ പോലും AI കണ്ടെത്തും. മനസ്സിലായി. അപ്പൊ പ്രശ്നം കണ്ടെത്താൻ AI, അതിന് യോഗ എവിടെ വരുന്നു? AI കണ്ടെത്തിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു മാനസികവും ശാരീരികവുമായ കരുത്തു വേണ്ടേ? വേണം. അതിനാണ് യോഗ. യോഗയിലൂടെ കിട്ടുന്ന ഒരു അച്ചടക്കം, ഒരു മാനസികമായ വ്യക്തത, അത് നേരത്തെ പറഞ്ഞ A to Z തത്വങ്ങൾക്ക് ഒരു ആഴം നൽകുന്നു. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ആക്ഷൻ എന്ന തത്വം കർമ്മയോഗവുമായി ചേരുമ്പോൾ അത് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു നിസ്വാർത്ഥ സേവനമായി മാറും. അങ്ങനെ ഓരോ തത്വത്തിനും ഒരു ആത്മീയമായ മാനം കൂടി വരുന്നു. ശരി. ഇത് കുട്ടികളുടെ പഠനത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത്? 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി സ്വന്തമായി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് അതിശയോക്തിയല്ലേ? അല്ല, അതൊരു അതിശയോക്തിയല്ല. ഒരു ഉദാഹരണം ആ രേഖകളിലുണ്ട്. സ്കൂളിനടുത്തുള്ള കർഷകർക്ക് അവരുടെ വിളകൾ വിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന പ്രശ്നം കുട്ടികൾ ഒരു AI സർവേയിലൂടെ കണ്ടെത്തി. എന്നിട്ടോ അവർ കുറച്ചുപേർ ചേർന്ന് ഒരു ലളിതമായ മൊബൈൽ ആപ്പ് ഉണ്ടാക്കി. ആ പ്രശ്നം പരിഹരിച്ചു. അതാണ് അവരുടെ 8ാം ക്ലാസ്സിലെ ഉൽപ്പന്നം. കൊള്ളാം. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഇതുപോലൊരു സ്ഥാപനത്തിൽ അവർക്ക് ഇന്റേൺഷിപ്പും ലഭിക്കുന്നു. അപ്പൊ പഠിക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് ചെറുപ്പത്തിലെ ഒരു ബോധ്യം വരികയാണ്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ പ്രായോഗികമായി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇതിൽ താല്പര്യമുണ്ടാകുമോ? ന്യായമായ സംശയമാണ്. എല്ലാവരും സംരംഭകർ ആകണം എന്നല്ല അവർ പറയുന്നത്. പിന്നെന്താണ്? മറിച്ച് പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിനൊരു പരിഹാരം ചിന്തിക്കാനുമുള്ള ഒരു കഴിവ്. ആ കഴിവ് എല്ലാവർക്കും വേണമെന്നാണ്. ഒരു ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഈ കഴിവ് ആവശ്യമാണല്ലേ? ശരിയാണ്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസം ക്ലാസ് മുറിയിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല. ഒരിക്കലുമല്ല. മറിച്ച് സമൂഹത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാക്കി മാറ്റാനാണ് ഈ കഴിവ് ശ്രമിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നിങ്ങൾ തന്ന ഈ രേഖകളിൽ നിന്ന് ഒരു ചിന്ത പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പറയൂ. എല്ലാ സോഫ്റ്റ്വെയറുകളിലും മൊബൈലുകളിലും ഒരു കഴിവ് ബട്ടൺ വേണമെന്ന് അവർ സ്വപ്നം കാണുന്നു. ഒരു ബട്ടണോ? എന്തിന്? ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ മനസ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ. അതുവഴി കുടുംബവുമായി കുറച്ചുകൂടി അടുക്കാൻ സഹായിക്കുന്ന ഒരു ബട്ടൺ. നമ്മുടെ ഈ ഡിജിറ്റൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അങ്ങനെ ഒരു സംവിധാനം വന്നാൽ എങ്ങനെയുണ്ടാകും? അതൊരു ആഴത്തിലുള്ള ചിന്തയ്ക്ക് വക നൽകുന്നുണ്ട്.